ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ എംഎൽഎ എ വി ഗോപിനാഥ് ചുമതലയേറ്റു. ഭരണസമിതി അംഗമായി MU ഷിനിജയും സത്യപ്രതിജ്ഞ ചെയ്തു. വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവസ്വം ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്ന് ഗോപിനാഥിനെ ചെയർമാനായി തെരഞ്ഞെടുത്തു. കാലാവധി പൂർത്തിയാകാൻ 9 ദിവസം മാത്രം ശേഷിക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ രാജിവെച്ചൊഴിഞ്ഞതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 9-അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. CPI പ്രതിനിധി KP വിശ്വനാഥന്റെ കാലാവധി 13-ന് അവസാനിക്കും. പാലക്കാട് സ്വദേശിയായ AV ഗോപിനാഥ് ആലത്തൂർ മുൻ MLA ആണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. MU ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് വനിതാ അംഗത്തെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. അത് വനിതാ ദിനത്തിലാണെന്നതും പ്രത്യേകതയായി. TCV ന്യൂസ്, ഗുരുവായൂർ.